എടാ കനക, എന്താ വേണ്ടേ? ഒന്നുമില്ലടാ. പറയുന്നേ, ചുമ്മാ പറയ്. നമ്മൾ ഈ യൂണിഫോം ഭാസ്കരന്റെ വീട്ടിൽ നിന്നാ വാങ്ങിയെന്ന് നീ ശാന്തിയുടെ അടുത്ത് അലറി കൂവരുത്. ശരി, ഇതിന് എനിക്ക് എത്ര കമ്മീഷൻ തരും? നിനക്ക് എന്തിനാടാ കൈ കാശില്ലേ? അപ്പൊ ഇത് വട്ടിക്കണക്കിൽ വെച്ചേക്കട്ടെ. മീണ്ടാതെ കൂടെ വാടാ. ശാന്തി, അപ്പൊ ഇതുവരെ പഠിത്തം കഴിഞ്ഞില്ലേ? എടാ കനക, ഓ, തുണിവെല്ലാം വാണം പോലെയല്ലേ കേറിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട മണിയണ്ണ, ഓറക്കണ്ട ചെലവാകും. മോളെ, നീ എന്താ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം. ഹായ്, യൂണിഫോം വാങ്ങിച്ചോണ്ട് വന്നല്ലേ അപ്പ? പിന്നെ ഞങ്ങൾ എന്തിനു പോയെന്നാ കരുതിയേ? നീ എന്താ എങ്ങനെ നോക്കുന്നത്? പുതിയതാ, ടൈലറുടെ അടുത്ത് അടിച്ചു വെച്ചിരുന്ന് അഴുക്കായതാ. ഇപ്പോഴെന്തായി, പൊളിഞ്ഞില്ലേ? ഇതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്, പോയി പഴയതൊന്നും വാങ്ങണ്ടെന്ന്. അപ്പൻ്റെ അടുത്ത് കാശില്ലാഞ്ഞിട്ടാ. അതുകൊണ്ടാ നിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഹേമയുടെ വീട്ടിൽ പോയി വാങ്ങിയത്. അത് കേറിയതാണെന്ന് അറിഞ്ഞില്ല മോളെ. സാരില്ല അപ്പ, തലവേദന ആയിരുന്നോണ്ടാ സ്കൂളിൽ വരാതിരുന്നെന്ന് ഞാൻ പറഞ്ഞോളാം. നമ്മളെപ്പോലെ നാടോടികള് 3 നേരം വയറ് നിറച്ച് കഴിക്കുന്നതേ നടക്കാത്ത കാര്യ. അതിലും പ്രയാസ പുതിയ തുണി തയ്ച്ച് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നെന്ന് ആർക്കറിയാത്തത്? എന്തായാലും ഈ രാമു ജീവനോട് ഇരിക്കുമ്പോ നിനക്ക് ഒരു കുറവുണ്ടാവില്ലേ? നിനക്കിപ്പോ സന്തോഷമായോ? പിന്നൊരു കാര്യം, സ്കൂൾ ആനിവേഴ്സറി അന്ന് നീ നന്നായിട്ട് പ്രസംഗിക്കണം. പണക്കാര് പിള്ളേരുടെ ഇടയിൽ നിന്ന് ശാന്തിക്കുട്ടി നമ്പർ 1 ആണെന്ന് പറയിക്കണം. അത് മാത്രമല്ല മോളെ, നീ നന്നായി പഠിച്ച് 100-ൽ 100 മാർക്കും വാങ്ങി ഈ പഞ്ചായത്തിൽ 1ാം സ്ഥാനത്തെത്തിയാൽ നമ്മളെപ്പോലുള്ള അനാഥക്കൂട്ടത്തിന് ഒരു അംഗീകാരം കിട്ടില്ലേ? നിനക്കത് പറ്റും. എനിക്ക് നിന്നെ നല്ല വിശ്വാസം. നന്നായിട്ട് പഠിക്കണം കേട്ടല്ലോ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നില്ലടാ, ഞാനും വരാം. ഇപ്പൊ തന്നെ കുളിച്ചിട്ട് പോയി അരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. നോക്ക്, ഞാൻ 1ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റയെന്ന് എന്നെ വെളിയിലിറക്കി വിട്ടതാ. അന്ന് ഞാനിട്ട ട്രൗസർ ഇന്നും മാറിയിട്ടില്ല. ആലോചിച്ചു നോക്ക്, നിനക്ക് പുതിയ ഡ്രസ്. നന്നായി പഠിക്കണം. നിനക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്. പോയിട്ട് തിരക്കുണ്ട്, വരട്ടെ. പിന്നെ പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിച്ചോണം. ഇല്ലേ സ്വഭാവം. ഹലോ, ഹൗ ആർ യു? ലണ്ടനിൽ നിന്ന് രാത്രിയാ വന്നത്. ഉറപ്പായിട്ടും കാണാം. താങ്ക് യു. തിരുനെൽവേലി ഫാക്ടറിയിൽ നിന്നോ? ഓ, ഹലോ. റെഡി ആയല്ലോ അല്ലേ? 50 ലോഡ് സ്പിരിറ്റ് തിരുനെൽവേലി ആണ്ടാൾ ഡിസ്റ്റിലറിക്ക് ബില്ലടിച്ചോട്. ഡിസ്കൗണ്ടോ? അതൊക്കെ എന്റെ PA പാദം പറയും. திருநெல்வேலியா? என்னன்னாச்சு, எப்படி இருக்கீங்க? நீங்க நினைக்கிற மாதிரி எங்க பாஸுக்கு கேஷ் ஒரு பிரச்சனை இல்லைங்க. எல்லாத்துக்கும் 10 டிஸ்கவுண்ட் கொடுக்கறாரு. உங்களுக்காக 5 டிஸ்கவுண்ட் கொடுக்கறாரு. சார், மதுரை சிட்டி பேங்க். மதுரையா? ரெடியா? சேச்சப்பா, எப்படி இருக்கீங்க? மேனேஜரா? டேய், இத உடையப்பா PA மேனேஜர் கிட்ட வந்து பேச மாட்டா. ஜெனரல் மார்க்கெட் குடுறா. டேய் ஃபோன் வைடா. ഡാഡി, മോളെ, പ്രോഗ്രാമിന് സമയായി. റെഡി ആയില്ലേ? ഐശ്വര്യ, പോകുന്നില്ല. പ്രോഗ്രാം ക്യാൻസൽ ആയി. എന്താ ഡാഡി ഇത്? ഡാഡി പ്ലീസ്. പ്രോഗ്രാം 10 മണിക്കല്ലേന്നാ ചോദിച്ചത്. സുരേഷ് സാർ, ഇന്ന് ഈവനിംഗ് ഫ്ലൈറ്റിനല്ലേ ദുബൈക്ക് പോകുന്നത്? അതെ സാർ. അവിടെ ചെന്ന ഉടനെ എനിക്ക് ഫോൺ ചെയ്യണം. ചെയ്യാം സാർ. രവി, കാനഡയിൽ നിന്ന് വരുന്ന മിസ്റ്റർ ഡിസൂസയ്ക്ക് മലബാർ ഗേറ്റിൽ റൂം കൊടുക്കുക. ശരി സാർ. നീ തന്നെ എല്ലാ കാര്യത്തിലും കെയർ ചെയ്യണം. ഓക്കെ? പ്രസന്റേഷൻ സെറ്റ് എടുത്തു വെച്ചില്ലേ? അതെല്ലാം ഓൾറെഡി എടുത്തു വെച്ചു. ഞാനല്ല വിട്ടില്ല. വെളി പോടാ. മുതലാളി പറയുന്നത് എന്തും ചെയ്യാം മുതലാളി. എന്ത് വേല പറഞ്ഞാലും ചെയ്യും. എന്നാ ആദ്യം വെളി പോടാ. ഏയ്, എന്റെ വീട്ടിലെ തൂപ്പുകാരൻ പോലും MBA പഠിച്ചവനാടാ. നോക്കി നിൽക്കാതെ എല്ലാത്തിനും അടിച്ച് പുറത്താക്കണോ? പുറത്താക്കാൻ. ഭയന്നു മോളെ? പേടിയോ? എനിക്കോ? അടി ചോടിച്ചെല്ലാത്തിനും. എന്റെ മോള് തന്നെ. വൈകിട്ട് വിളിക്കണേ ഡാഡി. സിംഹക്കുട്ടിയല്ലേ? സിംഹക്കുട്ടിയല്ലേ?
ആളും സ്വാധീനമുള്ള ഉടയപ്പനെ നേരിട്ട് തോൽപ്പിക്കാനാവില്ലെന്ന് എനിക്ക് ഉറപ്പായി. അവന്റെ മകളെ 4 ദിവസം ക്ലബിൽ ഫോളോ ചെയ്തു. ഒടുവിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു അവസരം വന്നു ചേർന്നു. ഉടയപ്പൻ എന്ന പഴയ ആൻ്റപ്പനെ വീഴ്ത്താൻ ഇവിടെ മതി. പോലീസിനെ മറ്റാരെ അറിയിച്ചിട്ടില്ല. എന്റെ മോൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അത് ഞങ്ങളുടെ തലവൻ തീരുമാനിക്കും. ഐശ്വര്യ, ഐശ്വര്യ, എന്താ നിങ്ങൾ കാണിക്കുന്നത്? അവിടെ വിടടാ. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യല്ലേ. ഐശ്വര്യ, ഐശ്വര്യ, എന്റെ മോളെ വിടടാ. അവിടെ ഒന്നും ചെയ്യരുത്. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. വിട്, വിടാൻ. എന്റെ മോളെ വിട്. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവളെ വിടടാ. അവളെ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടാ പോലീസിനെ. ആര് വിചാരിച്ചാലും ഇവിടെ ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റില്ല. അഴിച്ചു മാറ്റണം അവളുടെ ഡ്രസ്. വേണ്ട, വേണ്ട, അവളെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, അവളെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, വേണ്ട, അവളെ ഒന്നും ചെയ്യാതെ. ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മോൾക്ക് വേണ്ടിയാ. ദയവ് ചെയ്ത് അവളെ വെറുതെ വിട്. മണി, 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 എന്നാ എന്റെ മോളെ വെറുതെ വിട്. നിന്റെ മകൾക്ക് ആപത്ത് വന്നപ്പോ നിന്റെ മനസ്സ് പെടച്ചല്ലേ? നിന്റെ മകൾക്ക് മാത്രം വേദനയുള്ളോ? ഓടാ. നിന്റെ ഒരുത്തന്റെ ജീവന് വേണ്ടി അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് കത്തിച്ചില്ലടാ പാപി. എടാ, ആ കുഞ്ഞുങ്ങൾ നിനക്ക് എന്ത് ദ്രോഹാടാ ചെയ്തത്? ചത്ത കുഞ്ഞുങ്ങളെയാടാ പുതിയ പായൽ പൊതിയോണ്ട് പോകുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പുതിയ പായലിട്ട് ജീവനോടെ കത്തിച്ച് കളഞ്ഞില്ലടാ നീ. ഇവൻ പറയുന്ന മുഴുവൻ നുണയാ. ഇവനെ വിശ്വസിക്കരുത്. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. മോനെ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. എത്ര പണം വേണമെങ്കിലും തരാം ഞാൻ. തരോ? എന്ത് വേണമെങ്കിലും തരോ? തരാം, തരാം. എന്ത് വേണേലും തരാം. എന്ത് വേണം നിനക്ക്? എന്റെ ശിവനെ കൊണ്ടുവാ. എന്റെ ലക്ഷ്മിയെത്താ. എന്റെ കണ്ണനെത്താ. എന്റെ സീത, മുരുകൻ, മീര, മീനാക്ഷി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം താടാ. ഇരുപത്തിനാല് പിഞ്ചു കുഞ്ഞുങ്ങളെ നീ തീയിലിട്ട് ചുട്ടു കൊന്നില്ലടാ ദ്രോഹി. എന്റെ കൂട്ടുകാരെല്ലാം ജീവനോടെ തിരിച്ചു തരാൻ പറ്റുവാ നിനക്ക്? പറ്റുമെങ്കിൽ താടാ. തിരിച്ചു താ അവരെ. മായയില്ല, മന്ത്രമില്ല, മായാജാലമില്ല. ഇങ്ങോട്ട് നോക്കടാ. ഞാൻ തന്നെയാടാ അന്നത്തെ രാമു. രാമു? കുമാര, ഓടിക്കണ പെട്ടോള്. അയ്യോ, വേണ്ട, 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 വേണ്ട. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, മണി, മണി, വേണ്ട, 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 മണി. ഞാൻ കാല് പിടിച്ച് പറയാ. എന്റെ മോളെ ഒന്നും ചെയ്യരുത് മണി. അവളെ വിടാൻ വേണ്ട, അവളെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ആ 24 കുഞ്ഞുങ്ങളെ കൊന്നില്ലേ, അതിനും ആ ജന്മിയുടെ മകളെ കൊന്നില്ലേ, അതിനും നീ ശിക്ഷ അനുഭവിക്കണം. വേണ്ട, എനിക്ക് തൂക്കുകയറ് വേണ്ട. ഞാനും എന്റെ മോളും എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പ്ലീസ്, എന്ത് വേണേലും നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം.